അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബിസ്മിയും ഹംദും സ്വലാവാത്ത് സലാമും ചൊല്ലിയ ശേഷം വിള്ളുന്നു കാത ഞങ്ങൾ പെരിയവനെ. ആകാശ പന്തലിൻ്റെ ഉള്ളമിൽ മിന്നി തിളങ്ങിയിരിക്കും അഴകേറും വിളക്കുകൾ കൊളുത്തിയോനെ. അത്ഭുത കപ്പൽ എന്ന ഐതിഹാസികമായ ചരിത്ര കഥയിലേക്ക് സ്വാഗതം. എന്താണ് അത്ഭുത കപ്പൽ? ഇത് കെട്ടുകഥയാണോ, അതല്ലെങ്കിൽ ആരെങ്കിലും എങ്ങനെയും നിർമ്മിച്ച കഥയാണോ എന്നൊക്കെ നിങ്ങൾ സംശയത്തിൻ്റെ നിഴലിലായിരിക്കും. പക്ഷേ നിങ്ങൾ പല ചിന്തകളുമായി ഇവിടെ കഴിഞ്ഞുകൂടുന്നുണ്ടാകും. എന്നാൽ പ്രമാണത്തിൻ്റെ പിൻബലത്തോടുകൂടെ തന്നെ ഓരോരുത്തരും മനസ്സിലാക്കി വെക്കേണ്ട ഒരു സുന്ദരമായൊരു ചരിത്രമാണ് അത്ഭുത കപ്പൽ. എന്താണ് ഈ ചരിത്രത്തിൻ്റെ കണ്ടന്റ് എന്ന് നമുക്ക് പരിശോധിക്കാം. അവിടേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത്. ഇന്ന് നാം കേട്ട് പരിചയമുള്ള ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ബഗ്ദാദിൻ്റെ മണ്ണിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത്. ബഗ്ദാദി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനതലങ്ങളിൽ ഓടിയെത്തുന്നത് ഒരുപാട് ഔലിയാക്കന്മാരുടെ നേതാവായ മഹാനായ ഗൗസുൽ ആദം അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളെ ആയിരിക്കും. എന്നാൽ ആ ബഗ്ദാദിൻ്റെ മണ്ണിൽ മറ്റൊരു കഥാപുരുഷൻ താമസിച്ചിരുന്നു. ജുനൈദുൽ ബഗ്ദാദി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ചെറുപ്പത്തിൽ തന്നെ ഭക്തിയിലും ആദരവിലും അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധികളെ ജീവിതത്തിൽ പാലിക്കാൻ തയ്യാറായി വളരെ സൂക്ഷ്മതയിലും തഖ്വയിലുമായി ജീവിച്ച മഹാമനീഷിയായിരുന്നു മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു. സദാസമയത്തും അദ്ദേഹത്തിൻ്റെ ചുണ്ടുകൾ ദിക്റുകളെ കൊണ്ട് മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. പകൽ മുഴുവനും നോമ്പനുഷ്ഠിച്ച് രാത്രികാലങ്ങളിൽ തഹജ്ജുദ് നിസ്കാരം അതുപോലെ തന്നെ മറ്റുമായി കഴിഞ്ഞുകൂടുന്നു. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം ബഗ്ദാദിൻ്റെ കടൽക്കരയിൽ വന്ന് അല്പം വിശ്രമിക്കാമെന്ന് ചിന്തിച്ച് തിരമാലകളിൽ ആർത്തിരമ്പുന്ന അലയടിച്ചുകൊണ്ടിരിക്കുന്ന സമുദ്രതീരത്ത് വന്നിരിക്കുകയാണ്. ആ സമയത്താണ് മഹാനവറുകൾ അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ സൃഷ്ടിപ്പിൻ്റെ അത്ഭുതങ്ങൾ കണ്ട് കടലിലേക്ക് നോക്കി കടൽക്കരയിലിരിക്കുന്ന സമയം ആ കടൽ തിരമാലകളെ മുറിച്ചു മാറ്റിക്കൊണ്ട് കാണാൻ ഭംഗിയുള്ള ഒരത്ഭുത കപ്പൽ ബഗ്ദാദിൻ്റെ ജെട്ടിയിലേക്ക്, ബഗ്ദാദിൻ്റെ കടൽക്കരയിലേക്ക് മന്ദം മന്ദം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ആ കപ്പലിലെ യാത്രക്കാർ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ബഹുമാന്യേറെക്കാര തന്നിൽ ഫിക്റിലായി കഴിയുന്നേ സമയമിൽ ഒരു സഫീൻ അടുത്തിടുന്നേ. സഫീനത്തെ നിർത്തപ്പോൾ ഒരു സഫർ നടത്തിടാൻ മനമതിൽ ഒരു ചിന്ത ഉദിത്തിടുന്നേ. അതെ, മഹാനവറുകൾ കടൽക്കരയിൽ ഇങ്ങനെ ഇരിക്കണം അല്ലാഹുവിൻ്റെ കുദറത്തിൽ ലയിച്ചുകൊണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ളൊരു അത്ഭുത കപ്പൽ അതാ കടലിലൂടെ ഇങ്ങനെ അണഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കരയിലേക്ക് അണയാനുള്ള അടുപ്പിക്കാനുള്ള ഒരു വെത്തപ്പാടിലാണ് അവർ വന്നുകൊണ്ടിരിക്കുന്നത്. ജുനൈദുൽ ബഗ്ദാദി ഇങ്ങനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ മനോഹരമായ കപ്പൽ അങ്ങനെ കരയോടടുക്കുന്നു എന്ന് മാത്രമല്ല, കപ്പലിൽ നിന്ന് കുറേ ആളുകൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അവർക്കുള്ള പുറത്തേക്ക് ഇറങ്ങിയെന്ന് മാത്രമല്ല, കടൽ ഭാഗത്തുള്ള കരയുടെ ഭാഗത്തുള്ള കടകളിൽ ചെന്നുകൊണ്ട് ഒരുപാട് സാധനങ്ങളൊക്കെ അവർ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടി. അങ്ങനെ വീണ്ടും കപ്പലിലേക്ക് തന്നെ അവർ തിരികെ കയറി. മഹാനവറുകൾ ഇങ്ങനെ ചിന്തിച്ചു, പടച്ചോനെ, ഇത് യാത്രാ കപ്പലായിരിക്കുമോ? ഇന്ന് വരെ ഞാൻ ഒരു കപ്പൽ യാത്ര നടത്തിയിട്ടില്ല. ഏതായാലും മനമില്ല മനസ്സോടെ മഹാനവറുകൾ ആ കപ്പലിൽ കയറിക്കൂടുകയാണ്. എന്ന് മാത്രമല്ല, കപ്പിത്താൻ കപ്പൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നങ്കൂരമിട്ട കപ്പൽ ബഗ്ദാദിൻ്റെ ജെട്ടിയിൽ നിന്നും കടൽക്കരയിൽ നിന്നും അതാ വീണ്ടും പുറപ്പെടുകയാണ്. അങ്ങനെ ആ അത്ഭുത കപ്പൽ പതുക്കെ പതുക്കെ കടൽ തിരമാലകളെ മുറിച്ചു മാറ്റി കടലിലൂടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രംഗം കവി തന്നെ പറയട്ടെ. കരയും
തന്നേ കടലിൽ അതിദൂരം കടന്നിടുന്നേ കപ്പൽ ആകും തന്നിൽ കുതുകൂലമായി കള്ളും കളിയും പിൻ പലവിധമായി മുഞ്ച് പേരുത്തുള്ള മാണിമങ്കകൾ മൊഞ്ചിൽ ലിബാസിട്ട് തരുണിയാർകൾ കൊഞ്ചി കുഴഞ്ഞേറെ നടന്നിടുന്നേ മൊഞ്ചിൽ മനസ്സകം കുളിർപ്പിക്കുന്നേ. അതെ പ്രിയപ്പെട്ടവരെ, ആ കപ്പൽ മുമ്പോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു ആ കടലിലെ ആനന്ദകരമായ കാഴ്ചകൾ കണ്ട് അത്ഭുതപ്പെട്ടു എന്ന് മാത്രമല്ല, ആ കപ്പലിൽ അങ്ങനെ മഹാനവറുകൾ കഴിഞ്ഞുകൂടുകയാണ്. എന്നാൽ ആ കപ്പലിലെ യാത്രക്കാർ ആരാണെന്നറിയണ്ടേ? കപ്പൽ എങ്ങോട്ടാണ് പോകുന്നതെന്നറിയണ്ടേ? മഹാനവറുകൾക്ക് അതൊന്നും അറിയില്ല. എന്നാൽ ആരായിരുന്നു ആ കപ്പലിലുണ്ടായിരുന്നത്? അത് മറ്റാരുമായിരുന്നില്ല, ഒരു കൂട്ടം ആളുകൾ ഷോപ്പിങ്ങിനായി, ഒരു കൂട്ടം ചെറുപ്പക്കാർ, അതുപോലെ തന്നെ സ്ത്രീകളോടുകൂടെ വിനോദത്തിന് വേണ്ടി ഷോപ്പിങ്ങിനായി ഇറങ്ങിത്തിരിച്ച ഒരു കപ്പലായിരുന്നു അത്. അവർ തമ്മാടികളായ ഒരു വിഭാഗം ചെറുപ്പക്കാരും അതുപോലെ തന്നെ യുവതികളുമാണ്. ആടിപ്പാടി തിമർത്ത് സുഖിച്ചുകൊണ്ട് ലക്കും ലഗാനുമില്ലാതെ ഷോപ്പിങ്ങിനായി ഇറങ്ങിത്തിരിച്ചവരായിരുന്നു കപ്പലിലുണ്ടായിരുന്നത്. ആ കപ്പലിലാണ് മഹാനായ ജുനൈദുൽ ബഗ്ദാദി അകപ്പെട്ടിരിക്കുന്നത്. ഒരുപാട് സുന്ദരിമാർ ആ കപ്പലിലുണ്ട്, ഒരുപാട് സുന്ദരന്മാരായ യുവാക്കളും ആ കപ്പലിൽ ഉണ്ട്. എന്നാൽ കപ്പൽ ജീവനക്കാരികളായ ഒരു പറ്റം സുന്ദരികളായ, ഏതുപോലെ ഏത് പുരുഷ ഹൃദയങ്ങളെയും വികാരം കൊണ്ട് വീർപ്പുമുട്ടിക്കുന്ന അതീവ സൗന്ദര്യത്തിൻ്റെ നിറകുടങ്ങളായ നൂറുകണക്കിന് ടൂറിസ്റ്റുകളെ സുഖം കൊള്ളിക്കാൻ സന്തോഷിപ്പിക്കാനും ആ കപ്പലിൽ ജീവനക്കാരികളുണ്ട്. മനം കവരുന്ന തരുണികൾ വന്ന് മതമിളകും മലർമൊഴികളാൽ നിന്ന് മതിവരുവോളം ലഹരി പകർന്നവർ ആടുകയായി. കണ്ട് മതിമറന്ന ഗിലവും നൃത്തവും വെച്ച് കുതൂഹലമായി കള്ളിൻ കോപ്പകൾ ഏന്തിയണഞ്ഞ് കരിമിഴിയാൽ കട കണ്ണുമെറിഞ്ഞ് കൽബ് കലക്കി കൗതുകത്തോടവർ പാടുകയായി. മധുരം പുരട്ടിയ ഇഷ്കിൻ വരികളാൽ തേന്മഴ പെയ്യുകയായി. പ്രിയപ്പെട്ടവരെ, ആ കപ്പലിലുള്ള വിനോദസഞ്ചാരികളായ സ്ത്രീകൾ അവർ ഔറത്ത് മറക്കാത്തവരാണ്, വയറ് മറക്കാത്തവരാണ്, ശരീരം മറക്കാത്തവരാണ്. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ, ആ കപ്പൽ യാത്ര ചെയ്യുന്ന യുവാക്കളും അതുപോലെ തന്നെ സുന്ദരന്മാരായിരിക്കുന്ന പുരുഷന്മാരെ വികാരം കൊള്ളിപ്പിക്കുന്ന രൂപത്തിലുള്ള നൃത്തം ചവിട്ടിക്കൊണ്ട് അവരൊപ്പന കളിക്കുന്നു, അവരാടുന്നു, പാടുന്നു. അതുപോലെ തന്നെ യുവാക്കൾക്ക് ഹരം കൊള്ളിക്കുന്ന തരത്തിലുള്ള നൃത്തങ്ങൾ ചവിട്ടുന്നു എന്ന് മാത്രമല്ല പ്രിയമുള്ളവരെ, ആ യുവാക്കൾ കൗതുകകരമായ കപ്പുകളിൽ, അതിമനോഹരമായ കോപ്പകളിൽ സുന്ദരിമാർ മദ്യമൊഴിച്ചുകൊണ്ട് കുടിപ്പിക്കുന്നു. അങ്ങനെ അവരുടെ ഇഷ്ടത്തിനൊത്ത് സഹകരിക്കുന്ന വൃത്തികെട്ട തമ്മാടികളായ വേശ്യാവൃത്തി ചെയ്യുന്ന ഒരു പറ്റം സ്ത്രീകളും പുരുഷന്മാരുമുള്ള ഒരു വലിയ കപ്പലിലായിരുന്നു നമ്മളുടെ മഹാന്യരായ കഥാപുരുഷൻ മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു എത്തപ്പെട്ടിരിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ, കപ്പൽ ജട്ടിയിൽ നിന്നും എടുത്ത് ആഴക്കടലിലേക്ക് എത്തുമ്പോൾ അവരുടെ തനി സ്വഭാവം പുറത്തു വരികയാണ്. എന്തായിരുന്നു എന്ന് കവി തന്നെ പറയട്ടെ, അത് നമുക്കിങ്ങനെ പരിശോധിക്കാം. കളിപ്പാട്ടും തേമിർത്താടി നാടൻ നീടും ഹാരം കൊണ്ട് പുരുഷാരം തിമർത്താടുന്നേ. അതിനിടെ കണ്ടവർ ഒരു റജുലന്നെ ഒഴിഞ്ഞൊരു ഭാഗമിൽ ജലസതിൽ തന്നെ വഴങ്ങിടാതൊരുവരും സഫിനത്തിലന്ന് ഈരിപ്പാതും നറുത്തന്ന് അജബാകും താരം നോക്കി അടുത്തവർ
അവരിലന്നേ. ഈ സമയത്താണ് ആ സുന്ദരികളായ സ്ത്രീകളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. എന്ത്, ഇത്രയും സുന്ദരികളായ നമുക്ക് വഴങ്ങാത്തൊരു പുരുഷൻ കപ്പലിൻ്റെ ഒരു മൂലയിൽ, ആരാണവർ? ആ സ്ത്രീകൾ എന്താണ് ചെയ്യുന്നത്? എന്താണ് ജുനൈദുൽ ബഗ്ദാദിയുടെ അടുക്കിലേക്ക് അവർ പോകുമോ? എന്താണ് സംഭവിക്കുന്നത് എന്ന് അടുത്ത എപ്പിസോഡിൽ